ഗൈസ് അപ്പോൾ നമുക്ക് നാളെ പെരുന്നാളാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 2:30 ഇപ്പോഴാണ് നമ്മുടെ പർച്ചേസ് കഴിഞ്ഞാൽ. എല്ലാ പെരുന്നാളിലും ഇങ്ങനെ ആ സമയത്തിനേ ഇറങ്ങുള്ളൂ. 30 ദിവസം ഉണ്ടെങ്കിലും 30ാമത്തെ ദിവസം നമ്മൾ ഇറങ്ങുള്ളൂ. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ശനിയാഴ്ച പെരുന്നാൾ കിട്ടുമെന്ന് ഓർത്തു, പക്ഷേ വെള്ളിയാഴ്ച ആയിപ്പോയി ഗൈസ്. അപ്പോൾ ഇത് മാർക്ക് ഗൈസ്, എല്ലാവരും ഇത് മാർക്ക് പറഞ്ഞത്. ഇത് മാർക്ക് മോലാളിയാണ്. അപ്പം ശരി, ഇനി നമുക്ക് നാളെ രാവിലെ കാണാം ഗൈസ്. അപ്പം ഇന്ന് നമുക്ക് പെരുന്നാൾ നമസ്കരിക്കാൻ പോകണം. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് രാവിലെ സുബഹിക്ക് പോകണം. അത് കഴിഞ്ഞ് കുറച്ച് നമ്മുടെ ഫോട്ടോഷൂട്ട് ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ചുമ്മാ നമസ്കരിക്കാനും പോകണം. രാവിലെ പടപടാന്ന് പരിപാടി നടത്തിയില്ലെങ്കിൽ സെറ്റാവില്ല. നമുക്ക് ഒന്ന് റെഡിയാകാം. ബാ. ഞാൻ എന്നും സ്കിൻ കെയർ ചെയ്യുന്ന ആളൊന്നുമില്ല, പക്ഷേ നമുക്ക് ആദ്യം ഇതൊക്കെ ഞാൻ ChatGPT ചോദിച്ചിട്ട് പഠിച്ചതാണ് ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാനൊന്നും അറിയില്ല, പക്ഷേ ഞാൻ യൂസ് ചെയ്യും. കാരണം ഇപ്പോൾ യൂസ് ചെയ്തില്ല പിന്നെ എപ്പോൾ യൂസ് ചെയ്യാം. സെറം അപ്ലൈ ചെയ്തു. ഇത് ഏതാണെന്നറിയാമോ? കുറുക്കൻ വാൽ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. കുറുക്കൻ വാൽ ഓക്കെ കിട്ടാലോ. കുറുക്കൻ വാലോ കുറുക്കൻ്റെ വാലോ അങ്ങനെ എന്തും പറയാം. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും യൂസ് ചെയ്താൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. സൺസ്ക്രീനും കൂടി എടുക്കും. ഇതിങ്ങനെ ഇത് വെയിറ്റ് അടിച്ച പോലെ ആയല്ലോ. ഇനി നമുക്കൊരു വാവ് അപ്പോൾ ഇതാണ് ഞാൻ പെരുന്നാളെടുത്ത ഷർട്ട്. എനിക്ക് മുണ്ടെടുത്തത് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ മുണ്ടെടുത്ത് അറിയാൻ മേലാത്തത് നമ്മൾ പാൻറ്റിട്ടാണ് പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് മുണ്ടെടുത്തിട്ട് ഫോട്ടോഷൂട്ടിന് പോകണം. അപ്പോൾ എല്ലാവർക്കും ഇത് വർക്ക്. രാവിലെ വന്നേക്കോട്ടോ ശരിയായിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടിന് പോവാം. പെരുന്നാളിന് എന്തായാലും 5-6 ഫോട്ടോ എടുത്തില്ല നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എന്തൊക്കെ പരിപാടി നടന്നില്ലെങ്കിലും ഫോട്ടോഷൂട്ട് നടക്കണം. അപ്പോൾ നമ്മളതിനകത്ത് നമ്മുടെ പിള്ളേരുണ്ട്. ഇവിടെ ഓരോ ഏരിയ ഓരോ പിള്ളേർ പിടിച്ചേക്കോട്ടോ. പെരുന്നാളെ ഞങ്ങൾ ട്രിപ്പ് പോവാം. നീ എങ്ങോട്ട് പോവാം? പെരുന്നാളെ ഞാൻ ഡ്യൂട്ടിക്ക് പോവാം. മാനേജർ ചാടി നമ്മളെങ്ങോട്ടാ ഉണ്ട്? പിന്നെ പോസാണ് പിള്ളേർ എല്ലാം ശരിയാലും നമുക്ക് എവിടെയായിരിക്കും ഇവിടെ കുറെ പേരുണ്ട്. ഈ വീട്ടിനകത്തൊരു 10 സോഡ കുടിക്കാൻ പോകുന്നത്. ഇതിപ്പോ ഫോട്ടോ വരുന്നത് കരിയിലക്കാന ഈരാറ്റുപേട്ടയിലുള്ള സകലമാന വണ്ടിക്കച്ചവടക്കാരുടെ സ്പോട്ടായിരുന്നു. ഇപ്പൊ മനുഷ്യന്മാരുടെ സ്പോട്ടും ആയിട്ടുണ്ട്. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിർത്തുന്നില്ല. സ്ഥലം എത്തിയേട്ടോ. അതായത് കഴിഞ്ഞ 25 പെരുന്നാളുകളായിട്ട് ഇവിടെ മതി നിർത്ത്. നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ പോകുമ്പോ ഇനി നമുക്ക് ഫോട്ടോ എടുപ്പൊന്നുമില്ല. ഒറ്റ ഫോട്ടോ ഉണ്ട്, സ്റ്റോറി ഇട്ടു. ഒറ്റ ഫോട്ടോ ഇല്ല, സ്റ്റോറി ഇട്ടില്ല. ഞാൻ ഷർട്ട് എല്ലാരും കാണണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. ആരാടാ നീ? ഇതെന്താ ദേഷ്യം? എപ്പോഴും നമ്മള് കമ്പനിക്കാര് എല്ലാ ഫോട്ടോ. അപ്പൊ നമ്മള് പെരുന്നാൾ ട്രിപ്പ് എങ്ങോട്ടാ? പെരുന്നാൾ ട്രിപ്പ് കൊടൈക്കനാൽ. ഒറ്റ മൈൻഡ്. എന്റെ വണ്ടിയിൽ 5 പേരുണ്ട്. കേറിക്കോ പോയേക്കാം. നിനക്ക് പെണ്ണ് കിട്ടല്ലോ കേട്ടോ. ഞാൻ ഇത് വിടുവേ. പെരുന്നാൾ വൈബ്സ് ആണോ? ഇപ്പൊ നമ്മള് ജുമാ യൂട്യൂബ് വരും. എടാ പെരുന്നാപ്പടി എത്ര കിട്ടി? ബ്രോ എത്ര കിട്ടി? പെരുന്നാപ്പടി എത്ര കിട്ടി? കുഞ്ഞായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. നിനക്ക് എത്ര കിട്ടി? വെടി വെച്ചേക്കല്ലേ? ചങ്കി വെടി വയ്ക്കും. അതെ അവന് വെടി വെടി. ഡോണ്ട് ഷൂട്ട് മീ നോ. വെടി നമുക്ക് അപ്പൊ ഗൈസ് അപ്പൊ നമ്മുടെ അങ്കിളിനെ അറിയോ? സെലിബ്രിറ്റി ഉണ്ട് കേട്ടോ. സാത്തി
കുജ എത്ര രൂപ കിട്ടി പെരുന്നാൾ പൊടി? ഈ പെരുന്നാൾ പൈസ കണക്ക് 10,000 10,000 സംതിങ് 100 rupees സംതിങ് 50 rupees മമ്മി തന്നത് പൈസ കൊടുക്കേണ്ട അവസ്ഥ. എന്താണ് അവസ്ഥ? ചൂട് പൊട്ടിപ്പോയി കേട്ടോ, രക്ഷയില്ല. രക്ഷയില്ല. അപ്പൊ ഇന്ന് പെരുന്നാളിന്റെ രാത്രി, അതായത് നമ്മൾ ഇന്നത്തെ ദിവസം ലാസ്റ്റ് നമ്മളെൻ്റെ കുഞ്ഞു കുഞ്ഞു കസിൻസിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. ഹായ് 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 അപ്പൊ നമ്മൾ ഇന്ന് വേറെ കൂടെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു റീൽ എടുക്കാം. ഈദ് മുബാറക്ക് അങ്ങനെ എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഇത്. എത്ര റീൽ എടുക്കണം? എത്ര? 10 റീല. 10 വയസ്സാകുമ്പോ തന്നെ ഒരു ക്യൂട്ട്നെസ് ഇട്ടേ. നിനക്ക് എത്ര വയസ്സാകുമ്പോ? നീ കൂടെ എന്നാലും ക്യൂട്ട്നെസ് ഇട്ടോ, എന്നാലും ക്യൂട്ട്നെസ് ഇട്ടേ. പറ. പെരുന്നാൾ കഴിഞ്ഞ ട്രിപ്പ് പോവാ. ഏത് മൂട്? ട്രിപ്പ് മൂട്. അടി 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 അടി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കൊടൈക്കനാലിലോട്ടാണ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 20ഓളമുള്ള സുഹൃത്തുക്കളിൽ വെറും 5 പേര് മാത്രമാണ് ട്രിപ്പിലുള്ളത്. ബാക്കി എല്ലാവരും വണ്ടർലാൻഡിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പായ പോവുകയാണ്. എല്ലാവരും നമ്മള് കൊടൈസ് ആണ്. കടുമാമൂഴിയത്തെ കാക്കാമാര് തൊട്ട് നടക്കേത്ത അണ്ണന്മാര് വരെ ഉണ്ട്, താത്താമാര് വരെ ഉണ്ട്. എല്ലാവരുടെയും കരയും. ടീം പോയിട്ട് ചെറുതായിട്ടൊരു പോസ്റ്റ് തന്നായിരുന്നേ പയ്യൻ. നമ്മളിപ്പോ എന്താ കഴിക്കുന്നത്? നമ്മൾ നല്ല നല്ല തണുപ്പത്ത് പൊറോട്ടയും നല്ല തന്തൂരിയും. അതിനെക്കാട്ടിൽ രുചി എന്തിനാണെന്ന് അറിയാമോ? ചൂടുവെള്ളത്തിന്. ഈ തണുപ്പത്തെ എന്താ ഈ ക്രൗഡ്? ഇപ്പൊ ക്രൗഡിനെ കുറിച്ച് പറയാനുള്ളത്, ഈദ് പ്രമാണിച്ച് ഭയങ്കര തിരക്കാണ്. നമ്മള് നാട് വിട്ട് നാട്ടുകാരെ കാണണ്ടാവും ഓർത്തോണത്. ഇവിടെ നാട്ടുകാർ മാത്രം ദേ ഇരിക്കുന്നു. ഇവിടെ ഒരു പട അവിടെ ഇരിക്കുന്നു. താഴത്തെ ഫ്ലോറിൽ ഗൈസ്. അപ്പോൾ നമ്മൾ ബിരിയാണി, ഒരാൾ തന്തൂരി അപ്പുറത്തെ പ്ലേറ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ശേഷം ഓക്കെയാണ്. നമുക്ക് ബിരിയാണിയും വരാണ്ട്, പിന്നെ കബാബും വരാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്.